മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടവകാശമുള്ള സുന്നി പ്രവർത്തകന്മാരെ, നിങ്ങളിപ്പോൾ കാണേണ്ടത് ആരെയാണ്? കുഞ്ഞി ഹംസയെയും അദ്ദേഹത്തിന്റെ അനുജൻ നൂറുദ്ദീനെയുമാണ്. അത് ഈ വരുന്ന 16-ാം തീയതി പോളിംഗ് ബൂത്തിൽ നിങ്ങൾ കാണണം. അത് കണ്ടാൽ മാത്രം പോലെ നിങ്ങളെ ജനാധിപത്യാവകാശം ഈ അരുംകൊലയാളികളെ കൂട്ടുപിടിച്ച് അവർക്ക് സംരക്ഷണം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന രൂപത്തിലേക്ക് ആ സ്മരണ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അതെന്റെ ദീനിന്റെ പേരിലുള്ള ഒരപേക്ഷ മാത്രമായിട്ടേ നിങ്ങൾ കണക്കാക്കാവൂ. ഇത് ഞാൻ വികാരഭരിതനായി പറയുകയല്ല. നിങ്ങൾ അറിയണം, ഈ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തിയ കുഞ്ഞി ഹംസയും നൂറുദ്ദീനും എന്ത് തെറ്റാണ് ചെയ്തത്, എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമെന്നാണ് ചെയ്തത്, എന്ത് മനുഷ്യാവകാശ ലംഘനമാണ് ചെയ്തത്. അവരുടെ പിതാവ് മുത്തവല്ലിയായി നിലനിന്നിരുന്ന പള്ളി ഏകപക്ഷീയമായി ഗ്രൂപ്പുവൽക്കരിക്കുകയും അവിടെ നമ്മുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്തപ്പോൾ ഈ രാജ്യത്തിന്റെ നിയമമനുസരിച്ച് വഖഫ് ബോർഡിലെ ട്രൈബ്യൂണലിനെ സമീപിച്ച് ഞങ്ങളെ രാജ്യത്തെ ഗ്രൂപ്പീസം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു രേഖ സമ്പാദിച്ചത് മാത്രമല്ലേ കുഞ്ഞി ഹംസ ചെയ്തുള്ളൂ. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഖിസാപ്പ് ചെയ്തപ്പോ ആ കാബോലികര് വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി വന്നപ്പോൾ പോലും പിടികുട്ടാപ്പുള്ളിയായി നടന്നിരുന്ന പ്രതിയെ സ്റ്റേജിലിരുത്തി ആദരിച്ചില്ലേ ഇവന്മാർ? പോകട്ടെ സഹോദരന്മാരെ, തെരഞ്ഞെടുപ്പ് വരും പോകും, ജയിക്കുകയും തോൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലാവധി വരെയും അദ്ദേഹത്തിന്റെ അവകാശം എന്താണ്? ഈ മണ്ഡലത്തിലുള്ള മൊത്തം വോട്ടർമാരെ, മൊത്തം മനുഷ്യരെ ഒരേ കണ്ണുകൊണ്ട് കാണണ്ടേ? നിങ്ങളുടെ ഇവിടുത്തെ മണ്ഡലം MLA ഒരു അഡ്വക്കറ്റ് അല്ലേ? നിയമം അറിയുന്ന ആളല്ലേ? രാജ്യത്തിന്റെ ഭരണഘടന വായിച്ചു പഠിച്ച ആളല്ലേ? ഈ ഇന്ത്യൻ ഭരണഘടനയെ കൈപ്പിടിച്ചുകൊണ്ട് ഞാൻ പക്ഷപാതമില്ലാതെ ഈ മണ്ഡലത്തിന് സേവനം ചെയ്യുമെന്ന് ഗവർണറെ മുന്നിൽ വാക്കുകൊടുത്ത് MLA ആയ ആളല്ലേ? ഈ കഴിഞ്ഞ 5 വർഷത്തിലിടക്ക് നമ്മുടെ എത്രയോ സ്ഥാപന പരിപാടികൾക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. ഏതെങ്കിലും ഒരു പരിപാടിക്ക് അദ്ദേഹം വന്നോ? നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകരോട് അദ്ദേഹം മിണ്ടിയോ? അദ്ദേഹം തിരൂരുകാരനായി എന്ന ഒറ്റ തകരാറാണ് അതിന് കാരണം. ഈ നാട്ടിലെ MLA ആയിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് നമുക്കെതിരെ മുഖം തിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം മലപ്പുറത്ത് നിന്നാണ് ഇതിന് തീരുമാനങ്ങളൊക്കെ വരുന്നത്. അവിടെ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം നമ്മെ ഐറ്റം കണ്ട് മാറ്റി നിർത്തുകയാണ്. പ്രാചീന ഭാരതീയര് വെളുത്തവൻ കറുത്തവന്റെ നിറം തട്ടുമെന്ന പേടി, കറുത്തവന്റെ നിഴൽ തട്ടുമെന്ന പേടി കൊണ്ട് വെളുത്തവൻ ഓടി തടിയെടുത്തിരുന്നത്രേ. അതേ ഒരു രൂപത്തിലേക്ക് ഈ 5 വർഷം ഇവിടുത്തെ പാവപ്പെട്ട സുന്നികളെ കണ്ടാൽ മുഖം തിരിച്ചില്ലേ ഈ MLA? നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വന്നോ? ഞാൻ ആ ബഹുമാന്യനായ MLAയോട് ചോദിക്കട്ടെ, അങ്ങയുടെ പരിസര പ്രദേശത്ത് അങ്ങയുടെ അധികാര പരിധിയിൽ 2 ചെറുപ്പക്കാരും നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോ അന്ന് നിങ്ങൾ പോയോ? പിറ്റേന്ന് നിങ്ങൾ പോയോ? ഓ MLA അവറുകളെ, ശംസുദ്ദീൻ അവറുകളെ, നിങ്ങളെ പേര് ഇസ്ലാമിന്റെ ചന്ദ്രൻ എന്നല്ലേ, സൂര്യൻ എന്നല്ലേ? നോക്കൂ, ഇസ്ലാമിന്റെ ആചാരമല്ലേ തഅസിയത്ത് എന്നത്. നിങ്ങളൊന്ന് പോയോ? പോയില്ലെന്ന് മാത്രമല്ല, 2013 നവംബർ 20 നടന്ന സംഭവം 2016 മെയ് മാസം ഇന്നേ വരെയായിട്ട് നിങ്ങൾ ആ കുടുംബത്തിലെ വയസ്സായ ഉമ്മയെ പറ്റി ഒന്ന് ഓർത്തോ? നീ അറിയണം, ഈ MLA അറിയണം, നൂറുദ്ദീനിനെ കശാപ്പ് ശാലയിലുള്ള മാംസത്തെ കഷ്ണിക്കുന്നത് പോലെ കൊത്തിക്കറച്ചു നിന്റെ അനുയായികള്. അന്ന് നൂറുദ്ദീന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആ പൂർണ്ണ ഗർഭിണിയായ നൂറുദ്ദീന്റെ ഭാര്യക്ക് തന്റെ പ്രാണന്റെ, തന്റെ ഭർത്താവിന്റെ മുഖമെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഇവിടുത്തെ പ്രവർത്തകന്മാർ എത്ര കഷ്ടപ്പെട്ടു എന്നറിയോ? ആ രൂപത്തിൽ ആ മയ്യത്തിന്റെ മുഖം നിങ്ങളെ അനുയായികൾ വികൃതമായി
ഒഴിവാക്കി. എന്നിട്ട് അത് നിരവധി സ്റ്റിച്ചിട്ടുകൊണ്ടാണ് ആ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയ്ക്കും വയസ്സുള്ള പിതാവിനും അവരെ മുഖമൊന്ന് കാണിച്ചു കൊടുത്ത് നിങ്ങൾ അറിയണം. ആ മാതാവിന് നിങ്ങൾ ഓർത്തോയി 2 കൊല്ലം 3 കൊല്ലം 2013 മുതൽ ഇതുവരെയുള്ള ഏതെങ്കിലും ഒരു നിമിഷം ആ പൂർണ്ണ ഗർഭിണിയായിരുന്ന ഭാര്യയെ നിങ്ങളൊന്ന് ഓർത്തോ. ഇന്ന് നൂറുദ്ദീന്റെ പിഞ്ചോമന മുട്ടുകുത്തി അതല്ല പിച്ച് വെച്ച് നടക്കുമ്പോ ഓ MLA സാബ് എന്റെ ഉപ്പ എവിടെയെന്ന വിധവയായ ഉമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെപ്പറ്റി നിങ്ങളെ കണ്ണെപ്പോഴെങ്കിലും നനഞ്ഞിട്ടുണ്ടോ? എന്തവകാശത്തിന്റെ പേരിലാണ് വീണ്ടും നിങ്ങൾ ഈ മണ്ഡലത്തിലെ ജനങ്ങളെ സമീപിക്കുന്നത്? നിങ്ങൾ മറുപടി പറയേണ്ടി വരും, അതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും മറുപടി പറയേണ്ടി വരും. ഈ മുഅ്മിനീങ്ങളെ മുന്നിൽ നിങ്ങൾ അടിയറവ് പറയേണ്ടി വരും. അത് അല്ലാഹു തൗഫീഖ് നൽകുക തന്നെ ചെയ്യും. അതിന് മഹാനായ താജുൽ ഉലമയുടെ വാക്ക് ഞാൻ കടമെടുക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ തക്ബീർ ചൊല്ലി സമയം കളഞ്ഞത് കൊണ്ടായില്ല. നിങ്ങളെ അവകാശം ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെയായിരിക്കണം അടിയറവ് പറയിപ്പിക്കേണ്ടത് എന്നുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. നമ്മുടെ പ്രവർത്തകന്മാരെ കൊല്ലുകയും വേദനിപ്പിക്കുകയും ശൈഥില്യമുണ്ടാക്കുകയും ചെയ്ത വിഭാഗം, ആ വിഭാഗത്തിനെതിരെ നമ്മുടെ ഒരു വികാരം അതായിരിക്കട്ടെ വോട്ടവകാശം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യം, ഞാൻ എന്റെ പ്രസംഗത്തിൽ എന്റെ പ്രായത്തിന്റെ കാരണം എന്റെ വികാരം കൊണ്ട് ഒരുപക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് അധികപ്പറ്റായി എന്നാർക്കെങ്കിലും തോന്നിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവരോടും സമാധാനത്തോടുകൂടെ ജീവിക്കണമെന്ന നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നയം ഞാൻ ഒരിക്കലൂടെ അറിയിക്കുകയാണ്. അതിനോടൊപ്പം അള്ളാഹുവിന്റെ ദീന് നമ്മൾ മൃഗപ്പിടിക്കണം, അള്ളാഹുവിന്റെ ദീന് നമ്മൾ ഉറപ്പിച്ചു നിർത്തണം. എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. നമുക്ക് കഴിയാവുന്ന സമയവും നമുക്ക് കിട്ടുന്ന അവസരങ്ങളും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ മതം, ആ മതം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് സ്വർഗമുള്ളത്. ആ സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ.